കുറച്ച് ദിവസം മുമ്പ് നമുക്ക് ഇൻസ്പെക്ഷൻ വന്ന വണ്ടികളിലൊന്നാണ് ഈ കാണുന്ന നിസാൻ പെട്രോൾ. എഞ്ചിൻ ഏരിയയിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ ഹീറ്റർ ഹോസ് ബൈപ്പാസ് ചെയ്തായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. വൈപ്പർ ടാങ്കിന്റെ ലിഡും മിസ്സിംഗ് ആണ്. ഈ ഒരു ഏരിയയിൽ നോക്കുമ്പോൾ എഞ്ചിന്റെ വാൾ കവറിലേക്കും വിസിബിൾ ആണ്. ഇവിടെ നോക്കുമ്പോൾ വയറിംഗിന്റെ എല്ലാ ഇൻസുലേറ്റേഴ്സും പൊട്ടിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ഏരിയയിലും വയറിംഗിന്റെ കാര്യം ഇത് തന്നെയാണ് അവസ്ഥ. എഞ്ചിൻ ക്യാപ്പ് അയച്ച് നോക്കുമ്പോൾ മൈനറായിട്ട് കാർബൺ ഡെപ്പോസിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഡിപ്സ്റ്റിക് എടുത്ത് എഞ്ചിൻ ഓയിൽ നോക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് അവസ്ഥ. ഇതിനുള്ളൊരു പരിഹാരം എഞ്ചിൻ ഫ്ലഷ് ചെയ്യാന്നുള്ളതാണ്. വണ്ടിയുടെ അണ്ടർബോഡി നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ഓയിൽ ലീക്ക് ഉണ്ട്, സസ്പെൻഷൻ ഓയിൽ ലീക്ക് ഉണ്ട്, ആക്സിൽ ബൂട്ട് പൊട്ടിയിട്ടുണ്ട്, ഹെഡ് ഗാസ്കറ്റ് റീപ്ലേസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ ബോൾ ജോയിന്റും ബ്രോക്കൺ ആണ്. ഇനി ബോഡി പാനൽസ് നോക്കുകയാണെങ്കിൽ 2-3 പാനൽസ് റീപെയിന്റും റിപ്പയറും ഉണ്ടെങ്കിലും ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ ആണ്. OBD-യിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫോൾട്ട് കോഡുകൾ കാണുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിൻ പുള്ളി നോയ്സ് നന്നായിട്ട് കേൾക്കാനുണ്ട്. ഇനി നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതൊന്നും ചെക്ക് ചെയ്യാതെ നമ്മൾ വണ്ടി പറഞ്ഞ വിലക്ക് എടുത്തു കഴിഞ്ഞാൽ എത്രമാത്രം വലിയ എമൗണ്ട് ആണ് നമ്മൾ ഗാരേജിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരിക. ഈ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് വഴി നിങ്ങൾക്ക് റിപ്പയർ കോസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വണ്ടി ഫുൾ റിപ്പയർ ചെയ്തതിനു ശേഷം പർച്ചേസ് ചെയ്യാനും വേണ്ടി സഹായമാവും. ഇതുകൊണ്ടാണ് യൂസ്ഡ് കാർ എടുക്കുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ഇൻസ്പെക്ട് ചെയ്യാന്നുള്ളത് നമ്മൾ നിങ്ങളോട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യൂസ്ഡ് കാർ ഇൻസ്പെക്ഷനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി.